സർക്കാരിന്റെ പ്രചരണത്തിനായി വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് അടിച്ചുമാറ്റി പിണറായി സർക്കാർ. സംസ്ഥാന സർക്കാർ നടത്തുന്ന വികസന സദസ്സിന്റെ ചിലവ് തദ്ദേശ സ്ഥാപനങ്ങൾ വഹിക്കണമെന്നാണ് ഉത്തരവ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പരിപാടിക്കായി തദ്ദേശ സ്ഥാപനങ്ങൾ പൊടിക്കേണ്ടത് 22.66 കോടി രൂപ. ആവശ്യമെങ്കിൽ നവകേരള സദസ്സ് മാതൃകയിൽ സ്പോൺസർഷിപ്പ് കണ്ടെത്താനും നിർദ്ദേശം. ജനം ബ്രേക്കിംഗ്. തിരുവനന്തപുരം വർക്കലയിൽ പൈതൃക കുന്നുകൾ സ്വകാര്യ വ്യക്തി ഇടിച്ചു നിരത്തി റോഡ് നിർമ്മിച്ചതായി പരാതി. വർക്കല വെട്ടൂർ വള്ളക്കടവിന് സമീപമുള്ള പാപനാശം പൈതൃക കുന്നുകളുടെ ഭാഗമായ കടൽ പുറമ്പോക്ക് അനധികൃതമായി ഇടിച്ചു നിരത്തി വഴിവെട്ടിയതായാണ് ആക്ഷേപം. തിരുവനന്തപുരം വർക്കലയിലെ സംരക്ഷിത പൈതൃക കുന്നാണ് സ്വകാര്യ വ്യക്തി അനധികൃതമായി കയ്യേറി ഇടിച്ചു നിരത്തിയതും വഴിവെട്ടിയതും. കുന്നിലുണ്ടായിരുന്ന വൻ വൃക്ഷങ്ങൾ പോലും മുറിച്ചുമാറ്റി 5 മീറ്റർ വീതിയിലാണ് വഴി നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണമുള്ള കടൽ പുറമ്പോക്ക് ഭൂമിയിലാണ് കയ്യേറ്റം നടന്നതെന്നാണ് ഗൗരവകരം. BJP വർക്കല കൗൺസിലർ അഡ്വക്കേറ്റ് R. അനിൽകുമാറിന്റെ പരാതിയിൽ തഹസിൽദാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി JCB ഡ്രൈവറുടെ മൊഴിയെടുത്തിരുന്നു. വെട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ോടെയാണ് JCB കൊണ്ടുവന്നതെന്നാണ് ഡ്രൈവർ തഹസിൽദാർക്ക് നൽകിയ മൊഴി. അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് കളക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്നാണ് തഹസിൽദാരുടെ നിലപാട്. അതേസമയം കയ്യേറ്റം നടത്തിയതാരെന്ന് വ്യക്തമാക്കാൻ തഹസിൽദാർ തയ്യാറായിട്ടില്ലെന്ന് BJP ആരോപിക്കുന്നു. ഇവിടെ വന്ന് ഉപയോഗിച്ച JCBയുടെ ഡ്രൈവർ മൊഴി കൊടുത്തിരിക്കുന്നത് വെട്ടൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഇതിനകത്ത് കൊണ്ടുവന്ന് ചെയ്യാൻ അനുവാദം കൊടുത്തു, JCB പിടിച്ചു വരുത്തിയത് എന്നാണ് അദ്ദേഹം മൊഴി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തായാലും ഇങ്ങനെ ഒരു വലിയ കയ്യേറ്റം നമ്മുടെ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട്. നിരന്തരം വർക്കല ഈ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഇങ്ങനെ ഈ ഭാഗങ്ങൾ വെട്ടൂർ പഞ്ചായത്തിന്റെ കൂടുതൽ ഭാഗവും വെട്ടൂർ പഞ്ചായത്തിന്റെ പ്രദേശങ്ങളാണ്. ഈ നമ്മുടെ മലയിടിച്ചുകൊണ്ട് റോഡ് നിർമ്മാണവും അതുപോലെ തന്നെ കയ്യേറ്റവും നിരന്തരമായി നടന്നു വരുന്നൊരു സാഹചര്യമാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ അതിനെല്ലാം ശക്തമായ ഒരു പ്രതിഷേധം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. എന്തായാലും ഇത് തഹസിൽദാരുടെ ഭാഷ പറയുന്നത്, ഇത് റിപ്പോർട്ട് കളക്ടർ എന്താണോ പറയുന്നത് അത് അനുസരിച്ച് ചെയ്യാനാണ് നീക്കം. എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ നടപടികളുമായിട്ട് സമര പരിപാടികളുമായിട്ട് നമ്മുടെ BJP വർക്കല ഘടകം മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. പ്രദേശത്ത് കയ്യേറ്റവും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും നിരന്തരമാണെന്ന് BJP ആരോപിക്കുന്നു. മാതൃകാപരമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നാണ് BJP വർക്കല മണ്ഡലം കമ്മിറ്റിയുടെ നിലപാട്. ജനം, തിരുവനന്തപുരം.